ബൈജു മറ്റു വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുക. ഇതിപ്പോൾ ഈ 13 സ്പോട്ടുകളിൽ ഒതുങ്ങുമോ എന്നുള്ള ഒരു സംശയം പോലും ഉണ്ടല്ലോ. പക്ഷേ ഇതിന് ശേഷം അടുത്ത സ്പോട്ടുകൾ, കാരണം ഈ സാക്ഷിക്ക് എല്ലാ കാര്യങ്ങളും ഒരേ സമയം തുറന്നു പറയുവാനുള്ള ബുദ്ധിമുട്ട്, ചൂണ്ടിക്കാണിക്കുവാനുള്ള ബുദ്ധിമുട്ട്, ഇത് കണ്ടുകൊണ്ടല്ലേ ഈ ഘട്ടം ഘട്ടമായുള്ള മാർക്കിംഗ്, അങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമ്പോൾ ഒരു തലയോട്ടി കിട്ടി അല്ലെങ്കിൽ ഒരു അസ്ഥികൂടം കിട്ടി അത് ഉടനെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയല്ലല്ലോ ചെയ്യുന്നത്. കൂടുതൽ ശേഖരിച്ചതിന് ശേഷം ഒരുമിച്ച് ഫോറൻസിക് ലാബിലേക്ക് അയക്കുക, ഇങ്ങനെയുള്ള ഒരു രീതിയല്ലേ പിന്തുടരുന്നത് ഇപ്പോൾ അന്വേഷണ സംഘം? മനീഷ, അതിനു മുമ്പ് നമ്മൾ ഈ സാക്ഷിയെ കുറിച്ച് പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, കാരണം ഞാൻ മുഴുവൻ സമയവും ഈ തെളിവെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ നിലയിലാണ് ഈ സാക്ഷിയെ കൊണ്ടുവരുന്നത് തന്നെ വലിയൊരു പോലീസ് വാഹനത്തിൽ വലിയ സുരക്ഷയോടുകൂടി. ചുറ്റും പോലീസുകാർ, അവരെ താഴെ ഇറങ്ങിയാൽ ഒരു പക്ഷെ VIP പോലുള്ള ഒരു പരിഗണന നൽകി അയാളെ ആ സ്നാനഘട്ടയിൽ അകത്ത് കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ ഗേറ്റ് അടക്കുകയും അവിടെ ആരും പ്രവേശിപ്പിക്കില്ല. സ്നാനഘട്ടയിൽ ഈ ഇത്തരത്തിൽ തീർത്ഥം അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ വരുന്ന അവരെല്ലാം പുറത്ത് മാറ്റി പിന്നീട് ഈ സാക്ഷിയുമായി ഒരു കുശല ഇത് നടത്തുന്ന പോലെയാണ്, അവർ തമ്മിൽ ഒരു സൗഹൃദ സംഭാഷണം നടത്തുന്ന പോലെയാണ് പിന്നെ ഈ സാക്ഷിയുമായി ഒരു കൂടിയാലോചന. അതിനുശേഷം മുഖമൊക്കെ ഈ പോലീസുകാർ മറച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച ഞാൻ കൃത്യത്തിൽ കണ്ടു. അത് ശരിക്കും ഒരു SITയും ആ ഒരു സാക്ഷിയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് അവിടെ കൃത്യമായി കാണുകയുണ്ടായി. ഒരു പക്ഷെ അത് ഓരോ സ്ഥലങ്ങളിൽ ഈ സാക്ഷി നടന്നു പോകുന്നതൊക്കെ വളരെ വേഗം കൃത്യമായ ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് പോകുന്നത്. അത് SIT ഉദ്യോഗസ്ഥർ സൗഹൃദം പോലുള്ള ഒരു രീതിയിലായിരുന്നു ആ യാത്ര. അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അവരുടെ ആ ബന്ധം. മഞ്ജുഷ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ 13 ഇടമല്ല, കൂടുതൽ ഇടങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ 5 ഇടത്ത് ഇതെല്ലാം ഓരോ മൃതദേഹങ്ങൾ അടക്കം ചെയ്ത സ്ഥലമാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് 8 എന്ന് പറയുന്ന പോയിന്റിലാണ് കൂടുതൽ മൃതദേഹങ്ങൾ ഉള്ളത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം 1-2 മൃതദേഹങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ 100ഓളം പേരെയാണ് ഇത്തരത്തിൽ കുഴിച്ചുമൂടി എന്ന് പറയുന്നത്. ചുരുങ്ങിയത് ഒരു 75-80 സ്പോട്ടുകൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി കൂടുതലുള്ളത് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലാണ്. ഇപ്പോൾ വനമേഖല, അതായത് ഈ നേത്രാവതി പുഴയുടെ തീരത്തുള്ള വനമേഖലയോട് ചേർന്നും വനത്തിന്റെ അകത്തുമൊക്കെ ഈ കരയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിലാണെങ്കിൽ ഇനി വളരെ നിർണായകമാണ്. അത് എസ്റ്റേറ്റുകളുണ്ട്. എങ്ങനെയാണ് ഈ എസ്റ്റേറ്റുകളിൽ ഈ മൃതദേഹം കുഴിച്ചുമൂടപ്പെട്ടു, അക്കാര്യം ഈ സാക്ഷി ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അവരുടെ ഒത്താശയോടുകൂടി ആ സ്ഥലം ഉടമകളൊക്കെ ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഏതായാലും അതൊക്കെ അന്വേഷണ പരിധിയിൽ വരുന്നതാണ്. മനാഫ് കൂടി ചേരുന്നുണ്ട്. മനാഫും ഈ ഒരു സംഭവത്തിന് പിന്നാലെ